മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണിച്ചിപ്പിയെ പോലെ, നന്മണിച്ചിപ്പിയെ പോലെ, നറുനെയ് വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ. ഒരാള് നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. സ്നേഹത്തിന്റെ, ജനാധിപത്യത്തിന്റെ ഒരു മഴനീർത്തുള്ളിയെ മുത്താക്കി മാറ്റിക്കൊണ്ട് നമുക്ക് സമർപ്പിക്കുകയും, ഇതാ നമ്മുടെ മഹാനായ നേതാവും ഇത് രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം പറയുന്നു. എനിക്ക് അദ്ദേഹം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഒരു ബന്ധു കൂടിയായിട്ടുള്ള സോണിയാജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മാധവൻ നമ്പൂതിരിയുടെ അവിടെ വെച്ചാണ് ഞാൻ ഇവരെ കണ്ടിട്ടുള്ളത്. രണ്ടുപേരെയും എനിക്ക് വളരെ ഇഷ്ടമായി. അന്നേ അദ്ദേഹത്തിനും വളരെ ഇഷ്ടപ്പെട്ട കുട്ടികളായിരുന്നു അവർ. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ആ കുട്ടികൾ വളർന്ന് വലുതായി ഭാരതത്തിൻ്റെ അഭിമാനങ്ങളായി മാറുന്നു. അവരുടെ സ്നേഹത്തിന്, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ എല്ലാ കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും ഭരണഘടനയെ കാക്കാനുമുള്ള വയനാട് പുതിയ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്, കുറിക്കുകയാണ്. ഇവിടെ 5 വർഷം തെരഞ്ഞെടുത്ത രാഹുൽ ഗാന്ധിയെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അയോഗ്യനാക്കി ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ ശബ്ദത്തെ ദുർബലമാക്കാമെന്ന് നരേന്ദ്രമോദി കരുതിയതെങ്കിൽ ആ മോഡിക്ക് ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു വരുന്നു എന്നുള്ളതിന്റെ നയപ്രഖ്യാപനമാണ് ഇന്ന് കൽപ്പറ്റയിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് നൽകിയ വീരോചിതമായ ഈ മഹാസ്വീകരണം. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ള ഏറ്റവും വലിയതായ ദിശപാകുന്ന പരിപാടി കൂടിയാണ്. ഞാൻ സംസാരിക്കുകയല്ല. അർജുനനെ തോൽപ്പിക്കാൻ വഞ്ചനയും ഉന്നതമായ ഗൂഢാലോചനയും നടന്നിരുന്നു. ഒരു ചതിയിൽ പോലും അർജുനൻ വീണുപോയി തകർന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഓരോ ചതിയിൽ നിന്നും നമ്മൾ കണ്ടത്. നിങ്ങൾ എത്ര തവണ ഡിസ്ക്വാളിഫൈ ചെയ്താലും വയനാടിലും ഇന്ത്യ രാജ്യത്തിനും പുതിയ ദിശ പകരുന്നതിൽ നിന്ന് അർജുനനെ പോലെ കടന്നു വരികയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആവേശമായ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി MP. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഏറെ ബഹുമാന്യനും ആദരണീയനുമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അപ്രതിരോധ്യനായ അധ്യക്ഷൻ, നമുക്കേവർക്കും പിൻബലം നൽകുന്ന ശ്രീ KS സുധാകരൻ MP അവർകളാണ്. ചെറിയ വാക്കുകളിലൂടെ ഓരോ നേതാക്കന്മാരും ചെറിയ വാക്കുകളിലൂടെ സംസാരിച്ച് നമ്മുടെ നേതാക്കന്മാർക്ക് പെട്ടെന്ന് തന്നെ വഴിമാറും. പ്രിയപ്പെട്ട ശ്രീ KS സുധാകരൻ MP അവർകൾ ഇവിടെ സംസാരിക്കുന്നു. വേദിയിലെ സമരാധ്യരായ നേതാക്കൾ രാഹുൽജി, പ്രിയങ്കാജി, ശ്രീ വേണുജി തുടങ്ങിയ നേതാക്കന്മാർ, എന്റെ പ്രിയമുള്ള ഘടകകക്ഷി നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിനല്ല ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട രാഹുൽജിയും പ്രിയങ്കാജിയും നിങ്ങൾ അഭിസംബോധന ചെയ്യാതിരിക്കുന്ന ഈ വേദിക്ക് മുമ്പിൽ ഒരു പ്രസംഗം ചെയ്യുന്നത് അനുചിതമാണ് എന്ന് നമുക്ക് നന്നായി അറിയാം. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലം കത്തിക്കാളുന്ന, കത്തിച്ചൊലിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സമാധാനത്തിന്റെ ദൂതുമായി കടന്നു വന്നിരിക്കുന്ന രാഹുൽജിയെ ഇന്ത്യൻ ജനകോടികൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ലോകം വീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഇന്നലെ വരെ ഞാനും നിങ്ങളും പരിരക്ഷിച്ചിരുന്ന ജനാധിപത്യത്തിന്റെ തിരുമുറ്റം കൊത്തി നശിപ്പിക്കുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദിയും ആളുകൾ പോവുകയാണ്.
ഈ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്നു, രാജ്യത്തിന്റെ പവിത്രമായ രാഷ്ട്രീയ മൂല്യങ്ങളെ കച്ചവടം ചെയ്തുകൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ അരങ്ങ് തകർക്കുമ്പോൾ അതിനെ എതിരിടാൻ സാധിക്കുന്ന ഒരു ജനകീയ ശക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. 4000 കിലോമീറ്റർ നടന്ന് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പോയി ലക്ഷോപലക്ഷം ആളുകളെ കണ്ട് ജാതിക്കും മതത്തിനും ഭാഷക്കും സംസ്കാരത്തിനും എല്ലാത്തിനും അതീതമായി ജനകോടികളെ അഭിസംബോധന ചെയ്ത് ആശയവിനിമയം നടത്തിക്കൊണ്ട് കാശ്മീരിന്റെ മലയിൽ മുകളിൽ മഞ്ഞുകൾക്ക് തുള്ളിക്ക് മുമ്പിൽ നീണ്ടു പ്രസംഗിച്ച് ആത്മവിശ്വാസത്തോടുകൂടി ജനസഞ്ചയത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന രാഹുൽജി ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവായി വളർന്നു വന്നിരിക്കുന്നു. ഭയപ്പെടുകയാണ് BJP, ആശങ്കപ്പെടുകയാണ് BJP. രാഹുൽജിയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഭാരം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഉള്ളതും ഇല്ലാത്തതും ഉണ്ടാക്കി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ വളർച്ചക്ക് അടിമറിയിടാൻ ശ്രമിക്കുന്ന BJP ഗവൺമെന്റിനെതിരെ അലരാടാനുള്ള ഒരു ജനശക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ആവശ്യം. ഈ 4000 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴും രാഹുൽജി നിങ്ങളോട് ചോദിച്ചില്ല, എന്നെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞില്ല, എന്റെ പാർട്ടിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തിന് വേണ്ടി, ഈ രാജ്യം ഒന്നാണെന്ന ചിന്ത വളർത്തിയെടുക്കാൻ വേണ്ടി, മനുഷ്യ സ്നേഹത്തിന്റെ തൂലികയിൽ, മനുഷ്യ സ്നേഹത്തിന്റെ തൂവലിൽ മനുഷ്യനെ കൂട്ടിച്ചേർത്തുകൊണ്ട് വിളക്കി ചേർത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും കാത്തുരൂക്ഷിച്ച് ഒരു രാഷ്ട്രമെന്ന സങ്കല്പം നിലനിർത്തിക്കൊണ്ട് 75 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മതേതരത്വവും ജനാധിപത്യവും ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ അതിന് അസ്തിത്വം പകരാനാണ് രാഹുൽ ഗാന്ധി നിങ്ങളോട് ആവശ്യപ്പെട്ടത് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ രാഹുൽജിയെ എന്തുകൊണ്ട് BJP ഭയപ്പെടുന്നു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ അസ്തിത്വവും അദ്ദേഹത്തിന്റെ ഉയർച്ചയും അദ്ദേഹത്തിന്റെ വളർച്ചയും BJP എന്ന ഫാസിസ്റ്റ് വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ കോടാലിയാകുമെന്ന് അവർക്ക് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഞെക്കിയും പിഴുതും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന BJP ഗവൺമെന്റിന്റെ നരാധമമായ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നവരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽജിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്രിക്കറ്റ് ബോൾ ചുമരനെറിഞ്ഞ പോലെ എറിഞ്ഞതിനേക്കാൾ സ്പീഡിൽ തെറിച്ചു വരുന്ന രാഹുൽജിയെ തൊട്ട് കളിക്കാൻ ഇവിടെ മോദിയല്ല 100 മോദിമാർ വിചാരിച്ചാൽ അത് ആ ചെറുതിന്റെ ഇന്ത്യൻ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കാൻ, ഇന്ത്യൻ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കാൻ ഏത് പോർക്കളത്തിലേക്ക് പറഞ്ഞാലും രാഹുൽജി ഞങ്ങൾ ലക്ഷം ആളുകൾ എന്ന് അങ്ങക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ഈ യോഗത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി രാഹുലിന്റെ പിറകിലുണ്ട് എന്ന വാക്ക് നൽകിക്കൊണ്ട് ജനാധിപത്യ മതേതരത്വത്തിന്റെ സംരക്ഷകനായി അതിനെ അതിജീവിക്കുന്ന, അതിനെ നോക്കി വളർത്തുന്ന, അതിനെ പരിരക്ഷിക്കുന്ന പോരാളിയായി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ അങ്ങുണ്ടാകും എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽജിക്ക് കിട്ടിയ സന്ദർഭം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു. വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി സംസാരിക്കുന്നത് മതേതര കേരളത്തിന്റെ സുന്ദരമായ മുഖം, സ്നേഹത്തിന്റെയും ആർജവത്വത്തിന്റെയും പ്രതീകമായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അസ്സലാമു അലൈക്കും. അവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മോസ്റ്റ് റെസ്പെക്റ്റഡ് രാഹുൽജി, റെസ്പെക്റ്റഡ് പ്രിയങ്കാജി, വേദിയിലെ AICCയുടെ സമുന്നത ഭാരവാഹികൾ, KPCC ഭാരവാഹികൾ, UDF നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ആമുഖങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല. വയനാട് കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇന്നിപ്പോൾ ഇവിടെ പൂവണിഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പമാണ് വയനാടിലെ ജനത, കേരളത്തിലെ ജനത എന്ന് അദ്ദേഹത്തോട് നമുക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു വേദിയാണ്
ഇത് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ പോരാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ രാഹുൽ ഗാന്ധി അല്ലാതെ കാരണം സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ത്യ ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം വലിയൊരു വെല്ലുവിളി നമുക്ക് ഇനി നേരിടാനില്ല. ആ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകി ഇന്ത്യയെ പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുന്ന മഹാനായ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ശക്തി പകരുക മതേതര വിശ്വാസിയുടെയും കടമ എന്ന് ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. ഇവിടെ വയനാട് നമുക്കൊരു ഗൃഹാതുരത്വം തരുന്ന ഒരു മണ്ഡലമാണ് വയനാട് പ്രദേശം തന്നെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് നമ്മൾ വിജയിപ്പിച്ചു. കേരളം തന്നെ അന്ന് രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നു എന്ന് നമുക്കറിയാം. ഈ കാഴ്ച ഇന്ത്യ മുഴുവനും ഇന്ന് കാത്തുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര, ആ യാത്ര ഗ്രാമങ്ങളെ ഇളക്കിമറിച്ചു. ഗ്രാമീണ ജനതയുടെ വികാരങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടു. പാർലമെന്റിൽ അദ്ദേഹം ഗ്രാമീണ ജനതയ്ക്ക് വേണ്ടി വാദിച്ചു. ഈ ഭരണകൂടത്തിന്റെ ഇന്ത്യ ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധ അദ്ദേഹം പാർലമെന്റിൽ ഉജ്ജ്വലമായി പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു കോർപ്പറേറ്റുകളോടുള്ള ഗവൺമെന്റിന്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു വിരോധം വെച്ചുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കുവാനൊക്കെ ഗവൺമെന്റ് ശ്രമിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തെ വേട്ടയാടാനോ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചേക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞ സത്യത്തെ മൂടിവെക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ലോകത്ത് അത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് മുന്നോട്ട് പോകാം, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഗാന്ധിജി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭരണകൂടത്തിന്റെ ഭീകരത എന്നുള്ളത് അത് ആദ്യം നിങ്ങളെ പരിഹസിക്കും, അത് പിന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തും, അത് നിങ്ങളെ പല വിധത്തിലും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കും. ഇങ്ങനെ പലതും നടത്തും ഭരണകൂട ഭീകരത. ശ്രീ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ഉണ്ടായത്. ഭരണകൂടം അവർക്ക് കഴിയാവുന്ന വിധത്തിലൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ചു, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ ഗാന്ധിജി പറഞ്ഞു അവസാനം ഇതെല്ലാം നേരിട്ടുകൊണ്ട് ഒരു നേതാവ് വിജയത്തിലേക്ക് വരും. അതാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഇന്ത്യ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും പുതിയ കാലഘട്ടത്തിലെ ഇന്ത്യയുടെയും വളർച്ചയ്ക്ക് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം അണിനിരക്കുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളും നമ്മൾ എല്ലാവരും ഈ വേദിയിലുണ്ട്. അവരാരും തന്നെ സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ബഹുമാന്യനും ആദരണീയനുമായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഊണും ഉറക്കവുമില്ലാതെ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ BJPയുടെ സംഘപരിവാറിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പരിപാടികളും പദ്ധതികളും ചെറുത്തുനിൽപ്പുമായി മുന്നോട്ട് പോകുന്ന ആദരണീയനായ ശ്രീ KC വേണുഗോപാൽ MP അവർകൾ ഈ വേദിയിലുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ ഏറെ ആദരണീയനായ ജനാധിപത്യ കേരളത്തിന്റെ ജനകീയ ചെറുത്തുനിൽപ്പിന്റെ കുന്തമനയായ അസംബ്ലിക്കകത്തും പുറത്തും ജനാധിപത്യ ശബ്ദത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗ പ്രതീകമായി മുന്നോട്ട് പോകുന്ന ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകൾ അദ്ദേഹം സംസാരിക്കുന്നില്ല എന്ന് ഇവിടെ അറിയിച്ചിരിക്കുന്നു. ഏറെ ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്ത്ര രാഷ്ട്രീയത്തിന്റെയും ജനകീയ രാഷ്ട്രീയത്തിന്റെയും മുഖമായിട്ടുള്ള UDFന്റെ കരുത്തനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ താരിഖ് അൻവർ അദ്ദേഹം ഇവിടെ നമ്മുടെ എല്ലാ പരിപാടികളെയും സാന്നിധ്യമാണ്, സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുൻ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നമ്മുടെ എല്ലാം ആദരണീയനും പ്രിയങ്കരനുമായ നേതാവ് ജനാധിപത്യത്തിന്റെ ശക്തനായ തേരാളി രമേശ് ചെന്നിത്തല അവർകൾ ഇവിടെ സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. UDFന്റെ
പ്രഗത്ഭനായ കൺവീനർ ശ്രീ MM ഹസൻ അവർ സംസാരിക്കുന്നില്ല എന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ MM സംസാരിച്ചു, നേരത്തെ ഹംസൻ. പ്രിയപ്പെട്ട ശ്രീ നിരവധി നേതാക്കന്മാർ നേരത്തെ ഇവിടെ സംസാരിച്ചു. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രാമുഖ്യമുള്ള സംസാരങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ഉപഹാര സമർപ്പണം നടത്താൻ അമ്പും വില്ലും കൈമാറുന്നതിന് വേണ്ടി പത്മ അവാർഡ് ജേതാവ് കൂടിയായ വയനാട്ടിലെ കർഷകരുടെ ജീൻ എന്ന് വിശേഷിപ്പിക്കുന്നതായ ചെറുവയൽ രാമേട്ടനെ ആദരവോടെ ക്ഷണിക്കുന്നു. ചെറുവയൽ രാമേട്ടനെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അനുമോദിക്കുകയാണ്. പ്രിയപ്പെട്ട ദാമോദരൻ നമ്പൂതിരി അവരെ രാഹുൽ ഗാന്ധി ഇവിടെ അനുമോദിക്കുന്നു. അടുത്തതായി പ്രിയപ്പെട്ട ജോയ് മാത്യു അവർ അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി അനുമോദിക്കുന്നു. ആദരണീയനായ കൽപ്പറ്റ നാരായണൻ മാഷെ രാഹുൽ ഗാന്ധി അനുമോദിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ പി സുരേന്ദ്രൻ അവർകളെ എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, ജനാധിപത്യ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുന്ന പി സുരേന്ദ്രൻ അവർകളെ രാഹുൽ ഗാന്ധി ആദരിക്കുകയാണ്. We humbly request our prestigious leader, Srimati Priyanka Gandhi ji, to address the Mammoth gathering here, Satyameva Jayate, here in Kalpata, here in Wayanad. അവരുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാഫി പറമ്പിൽ MLA. That one? Brothers and sisters, Rahul ji, Shri K.C. Venugopal ji, Shri Tariq Anwar ji, Shri K. Sudhakaran ji, Shri V.D. Satishan ji, Shri Sadiq Ali Thangal ji, Shri Ramesh Channitala ji, Shri Murli Taran ji, Shri MM Hassan ji, Shri N.K. Premchandran ji, Padma Shri Cheruvayal Raman ji, Kalpetta Narayan Master ji, Damodaran Nambudri ji, Joy Matthew ji and P. Surendran ji. I am happy to be here today. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ നേതാക്കന്മാരെ, സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ നിന്ന് ഈ വേദിയെ ധന്യമാക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. Yet it is also a very emotional visit that my brother and I are making to Wayanad. ഈ മണ്ണിലേക്കുള്ള വരവ്
അത് വികാരപരമായ ഒരു അനുഭവമാണ് ഞാനും എന്റെ സഹോദരനും അനുഭവിക്കുന്നത് എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. Yesterday, I was packing up his furniture from his house until we find a new place for him. ഞാൻ ഇന്നലെ തുഗ്ലക് ലൈനിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികൾ അത് മടക്കി വെക്കുകയായിരുന്നു. അതൊരു പുതിയ സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. I was looking at the storeroom, putting all the cardboard boxes one on top of the other, and I was thinking to myself that a few years ago I also had to move my home. I had my children to help me, my husband helped me. I have a family of my own, and I was thinking my brother doesn't have his own children, his own wife and family to help him, even though he has the rest of us. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ മാറി താമസിക്കേണ്ടി വന്നു. അന്ന് സാധന സാമഗ്രികൾ എടുത്തു വെക്കാൻ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. രാഹുലിന്റെ വീട്ടിൽ ഞാൻ ഈ സാധന സാമഗ്രികൾ അടക്കി വെക്കുമ്പോ, ചെറിയ കാർഡ്ബോർഡ് പെട്ടികളും ചെറിയ ബോക്സുകളും ഒക്കെ ഞാൻ എടുത്തു വെക്കുമ്പോ ഞാൻ ഓർക്കുകയായിരുന്നു, അദ്ദേഹത്തിന് പത്നിയില്ല, അദ്ദേഹത്തിന് സ്വന്തം കുഞ്ഞുങ്ങളില്ല. ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തം ഭാര്യയും പത്നിയും ഈ സാധന സാമഗ്രികൾ അടക്കി വെക്കാൻ അദ്ദേഹത്തോടൊപ്പമില്ലല്ലോ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയുണ്ടായി. I went to his room. Everything was packed. Only the 2 sofas were left. He was sitting there alone. I said to him, tomorrow we are going to Wayanad. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കടന്നു ചെന്നു. അവിടുന്ന് സാധന സാമഗ്രികളെല്ലാം മാറ്റാൻ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. 2 സോഫ ഒഴികെ മറ്റതെല്ലാം അടക്കി വെച്ചിരുന്നു. അദ്ദേഹം ഏകനായി ആ മുറിയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നാളെ നിങ്ങൾ വയനാടിന്റെ മണ്ണിലേക്ക് പോവുകയല്ലേ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. I said, I'm not very good at speaking in English, making speeches. So I looked at him. He answered me, don't worry. Speaking in Wayanad is the easiest. All you have to do is talk to them as if you are their family, because you are their family. വയനാട്ടിലേക്ക് കടന്നു വരുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോ എന്റെ ചെറിയൊരു ആശങ്ക ഞാൻ പങ്കുവച്ചു. ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവന്റ് ആയി സംസാരിക്കുക, അത്ര ഒഴുക്കോടുകൂടി സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ചില പരിമിതികളില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി സംസാരിക്കാൻ കഴിയാവുന്ന ജനത ആരോടെന്ന പോലെ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് സംസാരിക്കുന്നത് പോലെ വയനാടിനോട് സംസാരിക്കാമെന്ന് അദ്ദേഹം എന്നോട് മറുപടി പറയുകയുണ്ടായി. So here I am today talking to my family, my brothers and sisters, my brother's family. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വയനാടിന്റെ മണ്ണിലുണ്ട്. എന്റെ സഹോദരിമാരോട് സംസാരിക്കാൻ, എന്റെ സഹോദരന്മാരോട് സംസാരിക്കാൻ, എന്റെ സഹോദരന്റെ കുടുംബത്തോട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വയനാടിന്റെ മണ്ണിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. I don't know if you remember, but one of the first times I came here during the 2019 election, I gave a speech in which I told you a lot of things about my brother which I thought people did not know. നിങ്ങളുടെ ചിന്താശലകങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായി ഈ മണ്ണിലേക്ക് കടന്നു വന്നത് 2019 എന്റെ സഹോദരന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കാണാൻ വന്നപ്പോ നിങ്ങളോട് സംസാരിച്ച പല കാര്യങ്ങളും അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല. I wanted you to know him. I wanted you to know this man who was asking for your votes, who was asking you to allow him to serve you. നിങ്ങളുടെ വോട്ടുകൾ അഭ്യർത്ഥിച്ചു വരുന്ന ഈ മനുഷ്യനെ, എന്റെ സഹോദരനെ അകവും പുറവും നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങളുടെ വോട്ടുകൾ തേടി വരുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഉള്ള് അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. But today, almost 4 years later, I know that you know Rahul. ഇന്ന് 4 വർഷത്തിനിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു മറ്റാരേക്കാൾ നന്നായി നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ അറിയാം എന്നുള്ളത് വയനാടിന്റെ മണ്ണിൽ നിൽക്കുമ്പോ എന്റെ ആത്മവിശ്വാസമാണ്. You know that he is an honest man, unafraid to speak the truth. നിങ്ങൾക്കറിയാം
രാഹുൽ ഗാന്ധി സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. സത്യം ആരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാനും ഒരു ലേശം പോലും ഭയമില്ലാത്ത വീരനായ ഒരു മനുഷ്യനാണ് പ്രിയപ്പെട്ട രാഹുൽ. You know that he is a brave man, undaunted by the power of those who want to silence him. നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നവരുടെ ശക്തി ഏതാണെങ്കിലും ഏത് ഭരണകൂടത്തിന്റെ ഏത് ശക്തിയുടെ മുമ്പിലും ധീരതയോടെ സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ കഴിയുന്ന സ്ഥൈര്യമുള്ള മനുഷ്യനാണ് പ്രിയപ്പെട്ട രാഹുൽ എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. You know that he is a compassionate man, always ready to hear about your life, your struggles, and to lend you a helping hand. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ജനതയുടെ പരിവേദനങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ വിഷമങ്ങൾ അത് സഹാനുഭൂതിയോടെ കേൾക്കാൻ, നിങ്ങൾക്ക് ചെവി തരാൻ, നിങ്ങൾ ഒരാളാവാൻ എപ്പോഴും മനസ്സുള്ളൊരു നേതാവാണ് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി. You know that he has worked hard for you. He has raised your issues, tried to resolve your problems. He has stood by you through your difficult times, and you have stood by him through his. നിങ്ങളുടെ പ്രയാസങ്ങളിൽ അദ്ദേഹം താങ്ങായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ അദ്ദേഹം തണലായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ നാട് നൽകിയ വോട്ടിന്റെ പേരിൽ പ്രകൃതി ദുരന്തം ഉൾപ്പെടെ വന്നിറങ്ങിയപ്പോ അതിന് നിങ്ങളോടൊപ്പം ഒരു ജനതയോടൊപ്പം നിൽക്കാൻ ആർജവത്തോടെ നിന്നൊരു ജനപ്രതിനിധിയാണ് നിങ്ങളെന്ന് അദ്ദേഹമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രതിസന്ധികൾ തീർക്കാൻ ഭരണകൂടം ശ്രമിക്കുമ്പോഴും നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ജനതയുടെ പ്രത്യേകത എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. You elected him, and now a court in Gujarat has passed a judgment after which government from parliament as your MP. ഒരു കോടതി അദ്ദേഹത്തിന്റെ അംഗത്വം എന്ന യോഗ്യത അതില്ലാതാക്കാൻ ഭരണകൂടം ശ്രമിച്ചത് നിങ്ങൾക്കറിയാം. His future as your MP is in the hands of the courts. For me, it is a strange thing to know this, to know that you elected him and that for the time being, he has been disqualified from even fighting another election for 8 years. അദ്ദേഹത്തിന്റെ പാർലമെന്റ് മെമ്പർ എന്ന പദവിയുടെ സാങ്കേതികത്വം അതിനി കോടതികളുടെ മുമ്പിലാണ് എന്ന് എനിക്കറിയാം. 4.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഒരു ജനത 5 വർഷത്തേക്ക് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് പോലും ഇങ്ങനെ സാങ്കേതികത്വത്തിന്റെ കുരുക്കിൽ തൂങ്ങിയാറ് നിൽക്കുന്നത് ഒരു വിരോധാഭാസമായി എനിക്ക് അനുഭവപ്പെടുകയാണ്. To ask questions, to demand accountability, to raise issues is the job of a parliamentarian. ഒരു പാർലമെന്റ് മെമ്പറുടെ ജോലിയാണ് ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ജനത തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ഭരണകൂടത്തെ അതിന്റെ ചെയ്തികൾക്ക് ഉത്തരവാദികളാക്കി നിലനിർത്തുക എന്നുള്ളത്. നാടിന്റെ അനീതികളിൽ ചോദ്യം ചോദിക്കാനുള്ള ഉത്തരവാദിത്തം ഒരു ജനപ്രതിനിധിയുടേതാണ് എന്ന് ആവർത്തിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It is a right enshrined in our constitution that we are free to express ourselves, we are free to ask, we are free to debate, we are free to dissent. ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളുണ്ട്. അത് നമ്മുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന്റെ അവകാശങ്ങളാണ്. അത് സ്വതന്ത്രമായ ചർച്ചകൾക്കുള്ള അവകാശങ്ങളാണ്. അത് ഈ നാട്ടിലെ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമാണ്. അത് ഈ നാട്ടിലെ ഭരണകൂടത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ളത് കൂടിയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. I find it even stranger that a whole government, every minister, every MP, even the Prime Minister himself, finds it acceptable and appropriate to malign and mercilessly attack one man just because he asked a question they could not respond to. കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വിരോധാഭാസമെന്ന് ഞാൻ പറയട്ടെ. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മനുഷ്യനെ, ഭരണകൂടത്തിന്റെ മുമ്പിൽ ആർജവത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തെ അപമാനിക്കുവാൻ, അദ്ദേഹത്തെ പരിഹസിക്കുവാൻ, അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്രമിക്കാൻ ഭരണകൂടത്തിന്റെ അടിമകളായ ജനപ്രതിനിധികൾ, അവരുടെ മന്ത്രിമാർ, അവരുടെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്നവർ, അവരെല്ലാവരും വരിയായി നിന്ന് ഒരു മനുഷ്യനെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിന്റെ കാരണം
അദ്ദേഹം ഈ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. But then, my brothers and sisters, the truth is always uncomfortable, especially for those who lie, for those who unleash an industrial scale of propaganda against anyone who dares to question them. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വ്യവസായവൽക്കരിക്കപ്പെട്ട പ്രൊപ്പഗൻഡകൾ, വിദ്വേഷ പ്രചരണങ്ങൾ ഇവിടുത്തെ ഭരണകൂടം മുഖമുദ്രയാക്കുമ്പോ, ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ സ്വഭാവവും ശീലവുമാകുമ്പോ അതിനെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യതയാണ്. Our nation was built on the foundation of truth, of non-violence, equality and justice. സത്യത്തിന്റെ അടിത്തറയിൽ, സമത്വത്തിന്റെ വിശാലതയിൽ, നീതിബോധത്തിന്റെ ഉത്തമ ശൃംഖങ്ങളിൽ രൂപം കൊണ്ട ഒരു രാജ്യമാണ്, ഒരു ദേശമാണ് ഇന്ത്യ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. Our fight for freedom was called Satyagraha. It was a fight for truth. സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളുടെ ചരിത്രമായിരുന്നു ഇന്ത്യയുടെ മണ്ണിൽ നടന്ന സത്യാഗ്രഹ സമരങ്ങൾ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. The parliament, the judiciary, the media, these were institutions built to protect these freedoms. ഈ നാട് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ, ആ സ്വാതന്ത്ര്യങ്ങൾ അത് സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇന്ത്യക്കൊരു പാർലമെന്റ് ഉണ്ടായത്. ആ നീതിബോധം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യക്കൊരു കോടതി സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങൾ ഉണ്ടായത്. അവിടെ വരുന്ന പോരായ്മകളെ തുറന്നെഴുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റേതായ ഒരു മാധ്യമ സംസ്കാരത്തെ നാം കെട്ടിപ്പടുത്തിയെടുത്തത്. Yesterday, while watching television, I heard some ministers of the BJP saying that the Congress party has taken one man's issue and is making it out of to be an issue of democracy. ഇന്നലെ ബിജെപിയുടെ ചില മന്ത്രിമാർ, ബിജെപിയുടെ ചില നേതാക്കന്മാർ അവർ ടിവിയിലൂടെ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. കോൺഗ്രസ് പ്രസ്ഥാനം ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ പൊക്കിപ്പിടിച്ചു വരുന്നു, ആ വ്യക്തിയുടെ പ്രശ്നം അത് ഇന്ത്യയുടെ പ്രശ്നമാക്കി വളർത്താൻ അവർ ശ്രമിക്കുകയാണ് എന്ന് ഇന്നലെ ചില ബിജെപി നേതാക്കന്മാർ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. It seems to me to be exactly the opposite. The entire government and the BJP are trying to turn our democracy upside down just to protect one man. His name is Gautam Adani. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടത് മറ്റൊരു രീതിയിലാണ്. ഒരു വ്യക്തിയെ വേട്ടയാടാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ ഇന്ത്യ മുഴുവൻ ഒരു വിഷയമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായിട്ടല്ല എനിക്ക് അനുഭവപ്പെട്ടത് ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയുടെ ഭരണകൂടം, ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അവരെല്ലാവരും അണിനിരക്കുന്നത് ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, അത് ഗൗതം അദാനിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. Our country is at a crossroads. What has happened to my brother is just a symptom. It is a symptom of how far we are down the path towards a dictatorship today. Today, the government believes that it can silence any dissent. It believes it can take our ports, our airports, even some of our defense establishments, and pass them on to their businessmen friends. ജനാധിപത്യത്തിന്റെ നിർണായകമായ ഒരു നാൽക്കവലയിൽ ഈ രാജ്യം നിൽക്കുകയാണ്. ഒരു പാത എന്റെ സഹോദരൻ നയിക്കുന്ന പാതയാണ്. മറ്റൊരു പാതയിൽ നിങ്ങൾ കാണുന്നുണ്ട് ഈ രാജ്യത്തിന്റെ സ്വത്ത് സമ്പത്തുകൾ മുഴുവൻ, ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ മുഴുവൻ ഒരു വ്യക്തിക്ക് തീരെഴുതി കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ആ പാതയിൽ ഇന്ത്യയുടെ തുറമുഖങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നു. ആ പാതയിൽ ഇന്ത്യയുടെ എയർപോർട്ടുകൾ അത് സ്വകാര്യ വ്യക്തികളുടേതായി മാറുന്നു. ആ പാതയിൽ എന്തിനധികം പറയുന്നു, പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ അഭിവാജ്യമായ അഭിമാന സ്തംഭങ്ങൾ പോലും വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന പാതയാണ് മറ്റൊരു പാതയായി നമ്മൾ കാണുന്നത്. The whole government defends a man whom they have enabled to make thousands of crores a day, but they don't defend farmers who make only 27 rupees a day. ഈ നാട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ജനാധിപത്യത്തിന്റെ നാൽക്കവലയിൽ ഈ നാട് ചെന്ന് നിൽക്കുമ്പോ അത് മുഴുവൻ ഒരു സത്യത്തെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സത്യം പറയുന്നവനെ നിരായുധനാക്കാനുള്ള ശ്രമം നടക്കുന്നു. എന്നിട്ടോ ഭരണകൂടം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ
ആസ്തിയുള്ളവന്റെ പുറകിൽ ഭരണകൂടം അവരോച്ചാനിച്ച് നിൽക്കുമ്പോ ഇന്നാട്ടിൽ ഒരു ദിവസം കേവലം 27 രൂപ മാത്രം വരുമാനം വെച്ച് ഒരു ദേശീയ ശരാശരിയിൽ ഒരു കർഷകൻ ജീവിക്കുമ്പോ ആ കർഷകന്റെ താല്പര്യത്തെ സംരക്ഷിക്കാൻ ഒരു ഭരണകൂടത്തെയും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ സാഹചര്യം. Our soldiers stand at the borders ready to sacrifice their lives while Mr. Adani subcontracts to Chinese businesses. ഈ നാടിന്റെ അതിർത്തി കാക്കുന്നവൻ, ഈ നാടിന്റെ അതിരുകളിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്നവൻ, അവന്റെ ജീവൻ ത്യജിക്കാൻ ചൈനയുടെ അതിർത്തികളിൽ പോരാടാൻ തയ്യാറായി നിൽക്കുമ്പോ അവിടെ ചൈനയ്ക്കും അദാനിക്കും വേണ്ടി ഈ ഗവൺമെന്റ് ഒത്താശ ചെയ്തു കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരികയാണ്. Our Prime Minister feels responsible to defend Mr. Adani, but he feels no responsibility towards the people of India. അദാനിയെ സംരക്ഷിക്കാൻ, അദാനിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സമയമുണ്ട്, താല്പര്യമുണ്ട്. പക്ഷെ ഈ രാജ്യത്തെ ജനതയുടെയും അതിന്റെ കാവൽ ഭടന്മാരുടെയും രാജ്യത്തിന്റെ പട്ടാളക്കാരുടെയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പ്രധാനമന്ത്രിക്ക് താല്പര്യവും സമയവുമില്ല. This government believes that it owns India, but India belongs to you, my brothers and sisters. ഈ സർക്കാരും അതിന്റെ അധികാരത്തിലിരിക്കുന്നവരും കരുതുന്നത് ഇന്ത്യ അവരുടെ തറവാട്ട് സ്വത്താണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ നിങ്ങളുടേതാണ്, ഈ സഹോദരന്മാരുടേതാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. Standing here today, I ask you, each one of you and all those watching, put India first now. എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ സഹോദരന്മാരോട്, ഞങ്ങളെ കേൾക്കുന്നവരോട്, ഞങ്ങളെ കാണുന്നവരോട് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു, എല്ലാ വ്യക്തി താല്പര്യങ്ങൾക്കും അപ്പുറത്ത്, എല്ലാ സ്വകാര്യ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് ഇന്ത്യയുടെ താല്പര്യം ഒന്നാമതാവാനുള്ള തീരുമാനം നമ്മൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. When the institutions are failing to be checks and balances for the government, it is our job, the people of India's job, to become the check and balance for this government. ജനാധിപത്യ സംവിധാനങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവയെ സംരക്ഷിക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദയനീയമായി പരാജയപ്പെടുമ്പോ, അവർ വെറും നോക്കുകുത്തികളാകുമ്പോ ഈ നാടിന്റെ ജനാധിപത്യ ബോധത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യയുടെ ജനതയുടെ മേലെ വന്നു ചേരുകയാണ്, നമ്മുടെ മേലിൽ അത് വന്നു ചേരുകയാണ്. Aren't you tired of watching the Prime Minister change costumes every day and having no change in your own lives, having no future to think of? There are jobs required. The government is doing nothing about it. Prices are soaring. Every day is a difficulty, a new struggle, and yet there is no accountability. പ്രിയമുള്ളവരെ, ജീവിതം ദുസ്സഹമായി ജനതയുടെ മുമ്പിൽ മാറുന്നു. റോക്കറ്റ് പോലെ ഈ നാട്ടിലെ സാധന സാമഗ്രികളുടെ വില അത് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നാട്ടിലെ യുവതയുടെ തൊഴിലവസരങ്ങൾ അത് പാതാളത്തിലേക്ക് താഴോട്ട് പോയിക്കൊണ്ടുമിരിക്കുന്നു. ഒരു ഭരണകൂടം നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ അതെല്ലാം അവർ മറന്നിരിക്കുന്നു. ഇന്ന് തൊഴിലിനെ സംബന്ധിച്ച്, ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വിലക്കയറ്റത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംവദിക്കാൻ, അതിനൊരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഈ പ്രധാനമന്ത്രിയും ഈ ഭരണകൂടവും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. We will not stop asking questions. We will question them. We will ask for accountability. We will keep speaking the truth no matter what they do to us. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ നിലക്കുന്നില്ല, ആ ചോദ്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭരണകൂടത്തോട്, അതിന്റെ തലപ്പത്തിരിക്കുന്നവരോട്, ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെ സംബന്ധിച്ച്, അതിൽ വരുന്ന വീഴ്ചകളെ സംബന്ധിച്ച്, അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ എന്തിന്റെ പേരിലും ഒന്നിന്റെ മുന്നിലും നിലയ്ക്കാൻ പോകുന്നില്ല. You in Wayanad are showing the country the way. They are trying to silence my brother. You have become his voice. വയനാട് രാജ്യത്തിന്റെ മുമ്പിൽ പുതിയ പാതകൾ വെട്ടിത്തെളിക്കുകയാണ്. നിശബ്ദനാക്കാൻ, രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാൻ ഭരണകൂടം ശ്രമിക്കുമ്പോ, അദ്ദേഹത്തെ നിരായുധനാക്കാൻ ഭരണകൂടം ശ്രമിക്കുമ്പോ, അദ്ദേഹത്തിന്റെ ശബ്ദമായി വയനാടിന്റെ ജനത ഇന്ന് മാറിയതുപോലെ രാജ്യം ഒന്നടങ്കം ആ ശബ്ദം ഏറ്റെടുക്കും. They disqualify him from parliament and you come here in huge numbers to receive him and show him your support. ഇന്ത്യയുടെ പാർലമെന്റിന്റെ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ റദ്ദ് ചെയ്തപ്പോ
പതിനായിരക്കണക്കിനായ ആളുകൾ കൽപ്പറ്റയുടെ തെരുവോരങ്ങളിൽ വന്ന് രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഉജ്ജ്വലമായ സ്വീകരണം അതിന്റെ ഏറ്റവും വിശേഷമായ അടയാളപ്പെടുത്തലായി ഞാൻ കാണുന്നു. They asked him to leave his home, and thousands of you open your houses and urge him to take them to stay in your own homes. പാർലമെന്റ് അംഗത്വം എന്ന നിലക്ക് അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടിരുന്ന ഭവനം അതൊഴിയാൻ മണിക്കൂറുകൾക്കുള്ളിൽ കടലാസ് കൊടുത്തപ്പോ ആ കടലാസിന് മറുപടി പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങളാണ്. രാഹുലിനെ ഭവനരഹിതനാക്കാൻ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഗവൺമെന്റ് എടുത്തപ്പോ ഞങ്ങളുടെ വീടിന്റെ വാതിലുകൾ അത് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു രാഹുൽ എന്ന് ആയിരക്കണക്കിന് ഭാരതീയർ, ആയിരക്കണക്കിന് വയനാട്ടുകാർ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് അഭിമാനകരമാണ്. I am deeply grateful to you for your support. എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങളും നന്ദിയും നിങ്ങൾ നൽകിയ നിസ്സീമമായ ഈ പിന്തുണക്ക് ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. Because you have understood that this is not the issue of one man. This is the issue here is the kind of country we want for our children. ഇത് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതൊരു ഇൻഡിവിജ്വലിന്റെ പ്രശ്നമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് ഈ മണ്ണിൽ നാളെ വളരാൻ പോകുന്ന, ഈ മണ്ണിൽ നാളെ ജീവിക്കാൻ പോകുന്ന, ഈ മണ്ണിലേക്ക് നാളെ ജനിച്ചു വിടാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള തലമുറകളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. It is about building a strong and brave country for our children. It is about building a country in which everybody is free to express dissent, to ask for accountability, and a true democracy is established again. അതിശക്തമായി ചോദ്യങ്ങൾ ചോദിക്കാൻ, ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ ഓർമ്മപ്പെടുത്താൻ, ജനാധിപത്യ ബോധത്തോട് സത്യസന്ധമായ നീതി പുലർത്താൻ ഒരു തലമുറ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തലമുറക്ക് വേണ്ടി കരുത്തുറ്റൊരു രാജ്യത്തെ അതിനെ സൃഷ്ടിക്കാനുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. Thank you for your patriotism. Thank you for your love. Thank you for being a family to my brother and to me. Jai Hind. നിങ്ങളുടെ ദേശീയതക്ക്, നിങ്ങളുടെ അതിരുകളില്ലാത്ത പിന്തുണക്ക്, ഒരു കുടുംബം പോലെ തോളോട് തോൾ ചേർന്ന് നടന്നതിന് എനിക്കും എന്റെ സഹോദരന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി 1000 തവണ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. With much love and effort, now I invite our honorable leader, dear Rahul ji, to address and inaugurate the Satyameva Jayate program. Our own family member, Rahul Gandhi. केसी वेणुगोपाल जी, प्रियंका तारिक अनवर जी, के सुधाकरन जी, वीडी सतीशन जी, सादिक अली शिहाब तंगल जी, टी कुन्यालुकुट्टी जी, रमेश चेनिथाला जी, के मुरलीधरन जी, एम हसन जी, एन.के. प्रेमचंद्रन जी, पद्मश्री चेरुवयल रमन जी, कल्पटा नारायणन मास्टर जी, केतपुरम दामोदरन नंबूदरी जी, जॉय मैथ्यू, पी सुरेंद्रन जी, brothers and sisters, friends, I'd like to welcome all of you to this meeting here today. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഉന്നതരായ രാഷ്ട്രീയ, സാമൂഹ്യ, സാഹിത്യ നായകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഞാൻ അങ്ങേയറ്റം സന്തോഷത്തോടെ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. I'd like to wish all of you belated Easter and for the coming Vishu and Perunal festivals. നിങ്ങൾക്ക് ഏവർക്കും ഹൃദയംഗമമായ ഈസ്റ്റർ, വിഷു, പെരുന്നാൾ ആശംസകൾ ഞാൻ നേരുകയാണ്. Four years ago, I came here and became your member of parliament. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നു, നിങ്ങളുടെ പാർലമെന്റ് അംഗമായി മാറി. And for me, the campaign
was a completely different type of campaign. എന്നെ സംബന്ധിച്ച് എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങേയറ്റം വ്യത്യസ്തമായ ഒന്നായിരുന്നു. In the regular campaign, and I've done many campaigns, many speeches. In the regular campaign, you go and you speak about policies, you speak about what should happen, you tell people about your political ideas. But this campaign in 2014, I remember when I came here, it was much more as if I had come home to my family. സാധാരണഗതിയിലുള്ള എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പ്രസംഗങ്ങൾ നിറഞ്ഞതാണ്. എൻ്റെ രാഷ്ട്രീയ നയങ്ങളെക്കുറിച്ച്, ഞാൻ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ വയനാട്ടിലെ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിനപ്പുറമായിരുന്നു. ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. Of course, I don't belong to Kerala, but the enthusiasm and the affection and the manner in which you embraced me gave me the feeling that you are part of my family, that I am your brother, your son. നിങ്ങൾക്കറിയാം, ഞാൻ കേരളത്തിൽ നിന്നല്ല. പക്ഷെ ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ, നിങ്ങളുടെ വികാര പ്രകടനങ്ങൾ എനിക്കുണ്ടാക്കിയ ചിന്ത ഞാൻ നിങ്ങളുടെ സഹോദരനാണ് എന്ന ചിന്തയാണ്. And I have thought quite a lot. Now I have been member of parliament for quite a few years, and I've thought quite a lot what it means to be a member of parliament. ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ മുമ്പ് അംഗമായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് അംഗം എന്ന അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരു പാർലമെന്റ് അംഗം ആകുന്നതിന് നിരവധി ഗുണങ്ങൾ ആവശ്യമാണ്, നിരവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. It means to be a people's representative. ഒരു പാർലമെന്റ് അംഗം ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം. To be a people's representative, you have to understand the emotions of people. You have to understand the suffering of people. You have to understand the difficulties of people. ഒരു പാർലമെന്റ് അംഗമാകുന്നതിന്, ഒരു ജനപ്രതിനിധി ആകുന്നതിന് നിങ്ങൾക്ക് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കണം, അവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കണം, അവർ കടന്നു പോകുന്ന ദുർഘടമായ സന്ധികളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. You have to have the humility to touch people, to treat people as your equals, sometimes to treat people as your superiors. നിങ്ങളുടെ ജനങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ സാധിക്കണം. ജനങ്ങളോടൊപ്പമാണ്, തുല്യരാണ് എന്ന് കരുതേണ്ടി വരും. ചിലപ്പോൾ ജനങ്ങളെ നമുക്ക് മുകളിൽ പ്രതിഷ്ഠിക്കേണ്ടി വരും. So a true representative of the people develops by attacking himself. സ്വയം ആക്രമിച്ചുകൊണ്ടാണ്, സ്വയം പ്രതിരോധിച്ചുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി, ഒരു വ്യക്തി ജനങ്ങളുടെ പ്രതിനിധിയായി മാറേണ്ടത്. By giving up things that one desires. ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങളെ സ്വയം ത്യജിച്ചുകൊണ്ടാകണം ഒരാൾ ജനപ്രതിനിധിയായി മാറേണ്ടത്. By not fighting for what you want, but fighting for what people want. ഒരു വ്യക്തിക്ക് സ്വയം ആവശ്യമുള്ളത് ആഗ്രഹിച്ചുകൊണ്ടല്ല, ജനങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നേടിയെടുക്കാനുള്ള പരിശ്രമമായിരിക്കണം ജനപ്രതിനിധി നടത്തേണ്ടത്. By becoming, maybe one can say, less arrogant and more humble. അങ്ങേയറ്റം ലാളിത്യത്തോടെ പരുക്കൻ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടാകണം ഒരാൾ ജനപ്രതിനിധി ആകേണ്ടത്. A representative of the people also raises the issues of people without being scared of the consequences, without being worried about what it means to raise the issues of the people. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളിൽ ഭയപ്പെടാതെ വേണം ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തേണ്ടി വരുന്നത്. The MP, member of parliament, is just a tag. MP, മെമ്പർ ഓഫ് പാർലമെന്റ് എന്നത് കേവലം ഒരു വര മാത്രമാണ്, ഒരു ടാഗ് മാത്രമാണ്. It's a position, it's a post. അതൊരു സാങ്കല്പികമായ അധികാരസ്ഥാനം മാത്രമാണ്. So the BJP can take away the tag. ബിജെപിക്ക് എന്റെ മേൽവിലാസത്തെ എടുത്തു മാറ്റുവാൻ സാധിച്ചേക്കാം. They can take away the position. എന്റെ സ്ഥാനത്തെ എടുത്തു മാറ്റുവാൻ സാധിച്ചേക്കാം. They can take away the house.
എന്റെ ഭവനത്തെ എടുത്തു മാറ്റാൻ സാധിച്ചേക്കാം. They can put me in jail. എന്നെ ജയിലിൽ അടയ്ക്കാൻ സാധിച്ചേക്കാം. But they cannot stop me from representing the people of Wayanad. എന്നാൽ ജനങ്ങളെ, വയനാട്ടിലെ ജനങ്ങളെ പ്രതികരിക്കുന്നതിനും എന്നെ പ്രതിരോധിക്കുവാൻ ബിജെപിക്ക് സാധ്യമല്ല. What does it mean to represent the people of Wayanad? എന്താണ് വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? It means to fight for the things that are important to you. ഇവിടുത്തെ ജനങ്ങളോട് ഞാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് വയനാട്ടിലെ എന്റെ ജനപ്രാതിനിധ്യം. There are practical things like the night road, the buffer zone, the medical college. നിരവധി കാര്യങ്ങൾ, മെഡിക്കൽ കോളേജ്, ബഫർ സോൺ, രാത്രിപാത, ഇതെല്ലാം തന്നെ ഞാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ്. These are obvious things. You can ask any child in Wayanad, you can ask any person in Wayanad, they will tell you the three most important things. വയനാട്ടിലെ ഏത് സാധാരണക്കാരനോട് ചോദിച്ചാലും ഇവിടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളായി മുന്നോട്ട് വെച്ചത് ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. But then there is also another thing that is important to the people of Wayanad. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും വയനാട്ടിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്നതാണ്. And that is the type of country and the type of state they live in. അത് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രവും നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനവും സൃഷ്ടിക്കുക എന്നതാണ്. The people of Wayanad and the people of India want to live in a country which is free. സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കാനാണ് ഇന്ത്യയിലെ ജനങ്ങളും വയനാട്ടിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. They want to live in a country where their child is allowed to learn and understand anything he chooses. തങ്ങളുടെ കുഞ്ഞുങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കാനാണ് ഈ നാട്ടിലെ ഓരോ പൗരനും ആഗ്രഹിക്കുന്നത്. A farmer who is not wealthy wants to live in a country where he can imagine his son being a successful engineer or a successful businessman. ദരിദ്രനായ ഒരു വ്യക്തി സ്വന്തം മകനെ എഞ്ചിനീയറായോ ഒരു മികച്ച ബിസിനസ്സുകാരനായോ വളർത്തുവാൻ, അത്തരത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമെങ്കിൽ അത് നടത്തുവാൻ പറ്റുന്ന ഒരു രാഷ്ട്രമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. And no one in this country wants to live in a country where 4 or 5 people own the entire country. ഈ മഹാരാജ്യത്തെ കേവലം 4 or 5 ആളുകൾ ഉടമസ്ഥത പേരുന്ന ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുവാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. And that is what it means to be a representative of the people of Wayanad and a representative of the people of India. ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് വയനാടിന്റെ ജനപ്രതിനിധി അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിലെ ഒരു ജനപ്രതിനിധി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. I've been fighting now the BJP for quite some years. ഞാൻ നിരവധി വർഷക്കാലമായി ബിജെപിക്കെതിരെയുള്ള ആശയപരമായ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ്. And it surprises me that in so many years they have been unable to understand their opponent. നിരവധി വർഷക്കാലമായി എന്നെ അത്ഭുതപ്പെടുന്നത്, നിരവധി വർഷക്കാലമായി എന്റെ പോരാട്ടം എന്തെന്ന് പോലും മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. They do not understand that their opponent will not get intimidated. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവരുടെ എതിരാളി ഒരു തരത്തിലും ഭയപ്പെടുന്ന ആളല്ല എന്ന വസ്തുത മനസ്സിലാക്കുവാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. It surprises me that they cannot see this. എന്നെ അത്ഭുതപ്പെടുത്തുന്നു, ഇതുവരെ അവർ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. They think that by sending police to my house I will get scared. അവർ ചിന്തിക്കുന്നത് എന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോലീസിനെ അയച്ചാൽ ഞാൻ ഭയപ്പെടുമെന്നാണ്. They think by taking away my house I will get disturbed. അവർ ചിന്തിക്കുന്നത് ഞാൻ അതിൽ അസ്വസ്ഥനാകുമെന്നാണ്. എന്റെ വീട് എന്നിൽ നിന്നും പറിച്ചെടുത്താൽ ഞാൻ അസ്വസ്ഥനാകുമെന്നാണ് അവർ കരുതുന്നത്. My sister didn't tell you, but I was actually happy that they took away my house. എന്റെ സഹോദരി ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായി പറഞ്ഞില്ല, പക്ഷെ എങ്കിലും എന്റെ സഹോദരി നിങ്ങളോട് ആ കാര്യങ്ങൾ വിശദീകരിച്ചതിൽ ഞാൻ സന്തോഷവാനാണ്. It's not interesting for me to live in that house.
എന്നെ സംബന്ധിച്ച് അത്തരമൊരു വീട്ടിൽ താമസിക്കുക എന്നത് എനിക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒന്നല്ല. How many people in Wayanad lost their house? വയനാട്ടിലെ എത്രയോ ആളുകൾക്ക് അവരുടെ ഭവനം നഷ്ടപ്പെട്ടു. I saw hundreds and hundreds and hundreds of families lose their house in Wayanad. ഞാൻ കണ്ടു നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്നത് ഈ വയനാടിൽ തന്നെ ഞാൻ കാണുകയുണ്ടായി. When the floods came here, the first thing I saw in Wayanad was how you responded to the floods. പ്രളയം വന്നപ്പോ നൂറുകണക്കിന് വീടുകൾ നഷ്ടപ്പെടുന്നതും ആ മഹാപ്രളയത്തോട് നിങ്ങൾ പ്രതികരിക്കുന്നതും ഞാൻ കാണുകയുണ്ടായി. And I learned from you. ഞാൻ നിങ്ങളിൽ നിന്നാണ് അറിഞ്ഞത്. Take my house, take it 50 times, I don't care. എന്റെ വീട് എടുക്കുക, 50 തവണ എന്റെ വീട് എന്നിൽ നിന്നും പറിച്ചെടുക്കുക, ഞാൻ അതിൽ അസ്വസ്ഥനാകുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. I will continue to raise the issues of the people of Wayanad and the people of India. ഇന്ത്യയിലെ ജനങ്ങളുടെയും വയനാട്ടിലെ ജനങ്ങളുടെയും വിഷയങ്ങൾ ഞാൻ ഉയർത്തിക്കൊണ്ടേയിരിക്കും. You, the BJP, divide people. നിങ്ങൾ BJP ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കുന്നു. You make people fight. നിങ്ങൾ ജനങ്ങളെ തമ്മിൽ പോരടിപ്പിക്കുന്നു. You threaten people. നിങ്ങൾ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. You abuse as much as you want. നിങ്ങൾ മറ്റുള്ളവരെ അസഭ്യം പറയുന്നു. ആരെയും. I will keep uniting people. ഞാൻ ജനങ്ങളോടൊപ്പമായിരിക്കും. I will keep respecting every single community, every single religion, every single idea. ഈ രാജ്യത്തെ ഓരോ ആശയങ്ങളെയും ഓരോ മതത്തെയും ഓരോ ജനവിഭാഗങ്ങളെയും ബഹുമാനിക്കുന്ന ആളായിരിക്കും ഞാൻ. You be as nasty as you want, be as evil as you want. I will continue to be as kind as I can, even to you. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും പൈശാചികമായ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തു കൊള്ളുക. പക്ഷെ ഞാൻ ആർദ്രതയുള്ള ആളായിരിക്കും, കരുണയുള്ള ആളുകളായിരിക്കും നിങ്ങളോട് പോലും. Because this is a fight of two visions of India. കാരണം ഇത് ഇന്ത്യയെക്കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. You represent one vision of India. BJP represents one vision of India. നിങ്ങൾ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നു. And we represent another vision of India. ഞങ്ങൾ ഇന്ത്യയെക്കുറിച്ചുള്ള മറ്റൊരു ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. And we are not scared of your intimidation, your aggression, your nastiness. In fact, we find it quite amusing. നിങ്ങളുടെ ഭീഷണി, നിങ്ങളുടെ ആക്രമണത്വര, ഇതിനെ ഒന്നും തന്നെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ശരിയായ ആശയത്തെയാണ്. And I will continue to represent the people of Wayanad, whether it is the night road, whether it is the medical college, whether it is the buffer zone. Doesn't matter if I'm not an MP. I will make sure that these things happen in Wayanad. ഞാൻ വയനാടിന്റെ MP സ്ഥാനം ഔദ്യോഗികമായി വഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളായ നിശാപാതയും മെഡിക്കൽ കോളേജും മറ്റെല്ലാ പ്രശ്നങ്ങളിലും വയനാടിന് വേണ്ടി ശബ്ദിക്കുവാൻ ഞാൻ ഉണ്ടാകും. Don't think that just because I'm not your MP and they've disqualified me, my relationship with you is going to change. നിങ്ങൾ ചിന്തിക്കേണ്ട, എന്റെ MP സ്ഥാനം നഷ്ടപ്പെടുത്തിയത് കൊണ്ടോ എന്നെ അയോഗ്യനാക്കിയത് കൊണ്ടോ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും കരുതേണ്ടതില്ല. And I'm not saying for 2-3 years. My entire life, my relationship is not going to change with you now. കേവലം 2-3 വർഷത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്റെ ജീവനുള്ളിടത്തോളം കാലം ആജീവനാന്തം ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. Let them take away whatever they want. Let them put me in jail. I don't care. My relationship with the people of Wayanad is going to stay the same. അവരെന്നെ പിടിച്ചുകൊണ്ട് പോകട്ടെ, എന്നെ കാരാഗൃഹത്തിൽ അടച്ചോട്ടെ, പക്ഷെ വയനാടിനോടുള്ള എന്റെ ബന്ധം, ജന്മാന്തര ബന്ധം നിലനിൽക്കുക തന്നെ ചെയ്യും. After all, what did I do? What did I do? അവരെന്ത് ചെയ്യും? അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? I went to Parliament and I asked the Prime Minister some questions about a businessman. ഞാൻ പാർലമെന്റിലേക്ക് ചെന്നു. പ്രധാനമന്ത്രിയോട് ഈ രാജ്യത്തെ ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. I just asked him, Mr. Narendra Modi, please explain your relationship with Mr. Adani. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിങ്ങൾക്ക് ഗൗതം അദാനിയും എന്ന ബിസിനസ്സുകാരുമായിട്ടുള്ള ബന്ധം വിശദീകരിക്കുക. I kept asking that simple question. In my speech in Parliament, I used media reports to show that Mr. Adani, who was number 609th on the list of wealthiest people in the world, became number 2.
ഞാൻ ആ ചോദ്യം തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ മാധ്യമ റിപ്പോർട്ടുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു, ലോകസമ്പന്നന്മാരുടെ പട്ടികയിൽ 609 സ്ഥാനത്തായിരുന്ന അദാനി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് 2ാം സ്ഥാനത്തേക്ക് ഉയർന്നത്? And I gave examples of how the Prime Minister himself had facilitated this growth. ഞാൻ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ വളർച്ചയ്ക്ക് സഹായിച്ചതിനെ കുറിച്ചുള്ള കൃത്യമായ ഉദാഹരണങ്ങൾ ഞാൻ പാർലമെന്റിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. I showed how the relationship, the military, the defense relationship between Israel and India was completely transformed to help Mr. Adani. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സൈനിക സഹകരണങ്ങൾ, ബന്ധങ്ങൾ അദാനിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് എങ്ങനെ എന്ന് ഞാൻ വ്യക്തമായി പാർലമെന്റിൽ വിശദീകരിക്കുകയുണ്ടായി. I showed how the rules of Indian airports were changed to help Mr. Adani. ഈ രാജ്യത്തെ വ്യോമയാന നിയമങ്ങൾ, എയർപോർട്ട് നിയമങ്ങൾ അദാനിക്ക് എയർപോർട്ട് ലഭിക്കുന്നതിന് വേണ്ടി മാറ്റം വരുന്നതിനെ കുറിച്ച് ഞാൻ കൃത്യമായി പാർലമെന്റിൽ സൂചിപ്പിക്കുകയുണ്ടായി. I showed how foreign policy was used to help Mr. Adani. നമ്മുടെ വിദേശ നയത്തെ അദാനിക്ക് സഹായകരമാകുന്ന തരത്തിൽ ദുരുപയോഗം ചെയ്തതിനെ പറ്റി ഞാൻ വിശദീകരിക്കുകയുണ്ടായി. And I asked a simple question. What is your relationship with this man? ഞാൻ ഒരു നിസ്സാരമായ ചോദ്യം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഈ മനുഷ്യനുമായുള്ള ബന്ധം? Prime Minister has not answered that question. പ്രധാനമന്ത്രി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. And for the first time you saw that the government itself is not letting parliament run. നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാണുകയുണ്ടായി, ഗവൺമെന്റ് തന്നെ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. Ministers of the BJP lied about me in the house. മന്ത്രിമാർ, ബിജെപിയുടെ മന്ത്രിമാർ തന്നെ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുവാൻ, അതിന്റെ സംരക്ഷണം നിർത്തിവെക്കുവാൻ മുന്നോട്ടിറങ്ങി. The law in parliament, the rule in parliament is that if anybody says anything about a parliament member, that parliament member has the right to reply. പാർലമെന്റിന്റെ നിയമം ഇതാണ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു വ്യക്തിക്കെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായാൽ ആ വ്യക്തിക്ക് സ്വയം വിശദീകരണം നൽകാൻ അവസരം നൽകുക എന്നുള്ളതാണ് ഇന്ത്യൻ പാർലമെന്ററി നിയമം. I went to the speaker with the rule and I said, Speaker sir, they have lied about me. Under this rule, I should be allowed to speak. ഞാൻ ഇന്ത്യയുടെ സ്പീക്കറുടെ അടുത്തേക്ക് ചെന്നു, നിയമം കാണിച്ചു, എന്നിട്ട് പറഞ്ഞു, എന്നെ കുറിച്ച് അവർ കള്ളം പറഞ്ഞിരിക്കുന്നു, എനിക്ക് എന്റെ ഭാഗം വിശദീകരിക്കുവാൻ അവസരം നൽകണം. I wrote him 2 letters. 2 കത്തുകൾ, ഞാൻ ഇത് സൂചിപ്പിച്ചുകൊണ്ട് 2 കത്തുകൾ എഴുതുകയുണ്ടായി. And then eventually I went to his office and I said, Speaker sir, why are you doing this? ഞാൻ അതിനുശേഷം സ്പീക്കറുടെ ഓഫീസിലേക്ക് പോയി അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്തത്? He says, I have no choice. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മറ്റു മാർഗങ്ങളില്ല എന്നാണ്. You come and drink some tea with me and then I will explain it to you. അദ്ദേഹം പറഞ്ഞത്, നിസ്സഹായനായി പറഞ്ഞത്, എന്നോടൊപ്പം വന്ന് ഒരു ചായ കുടിക്കൂ, ഞാൻ ചില കാര്യങ്ങൾ പറയാം എന്നാണ്. So the entire parliament house was shut. I was not allowed to reply. And then at the end of it, because the government is very uncomfortable about the type of questions that I ask, about the issues that I raise, I'm removed from parliament. Doesn't matter. This is the biggest gift that they could have given me. നമ്മൾ കാണുകയുണ്ടായി, എനിക്ക് പാർലമെന്റിൽ മറുപടി പറഞ്ഞു നൽകാൻ അവസരം നൽകിയില്ല. ഞാൻ ഉയർത്തുന്ന ചോദ്യങ്ങളിൽ അസ്വസ്ഥരായ അവർ എന്നെ പാർലമെന്റിൽ നിന്നും പുറത്താക്കി. പക്ഷേ എനിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് ഈ അയോഗ്യലാക്കൽ എന്ന് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Because I have to tell you, how do I know that what I am doing is correct? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണ് എന്ന് എങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്നത്? I know that if the BJP is taking away my house, is disqualifying me from parliament, is attacking me 24 hours, I know that I'm doing the right thing. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്റെ ഭവനം ബിജെപി എടുത്തു മാറ്റുമ്പോൾ, എന്നെ 24 മണിക്കൂറും ആക്രമിക്കുമ്പോൾ, എനിക്ക് പിന്നാലെ കൂടുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്റെ പ്രവൃത്തികൾ ശരിയായിരുന്നു എന്ന വസ്തുത. And the more they attack me, the more I know that this is exactly the path on which I have to walk. ഇതാണ് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇതാണ് ശരിയിലേക്കുള്ള പാത എന്ന വസ്തുത പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നു.
And I am not going to stop, no matter what happens. എന്ത് സംഭവിച്ചാലും ഞാൻ എന്റെ പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. Not for myself. Not for myself, but because of my relationship with you and my relationship with the rest of the people of India. ഇതെനിക്ക് വേണ്ടിയല്ല, ഈ മഹാരാജ്യത്തെ ജനങ്ങളോടുള്ള എന്റെ ബന്ധം കാരണമാണ് ഞാൻ ഈ സത്യത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത്. In the end, I'd like to repeat, my disqualification does not mean anything as far as my relationship with you is concerned. ഞാൻ അവസാനമായി ഉപസംഹരിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ പാർലമെന്റ് അംഗത്വവും നമ്മൾ തമ്മിലുള്ള ബന്ധവുമായി യാതൊരു ബന്ധവുമല്ല, അതിനപ്പുറമാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. I promise you, this disqualification will only deepen my relationship with you. ഞാൻ നിങ്ങളോട് പ്രതിജ്ഞ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഈ അയോഗ്യത നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, കൂടുതൽ ഗാഢമാക്കുവാൻ മാത്രമേ സഹായകരമാവുകയുള്ളൂ. Because my relationship with you is one of a family, is one of a brother, is one of a son, and that is not going to change. കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം അത് കുടുംബ ബന്ധമാണ്. ഒരു മകന്റെ ബന്ധം, ഒരു സഹോദരന്റെ ബന്ധം അതൊരിക്കലും മാറുവാൻ പോകുന്നതല്ല. I'd also like to thank all the leaders from the Congress party, from the UDF, all our workers, for the immense support, love and affection that you have given me. ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പരസഹസ്രം ജനങ്ങളും നേതാക്കന്മാരും വ്യക്തികളുമെല്ലാം എനിക്ക് പകർന്നു നൽകിയ സ്നേഹത്തിന് നിങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And you know, as far as the people of Wayanad are concerned, it does not matter which political formation you are part of, whether you are UDF or you are LDF. I know that you have a relationship with me, a relationship of affection, a loving relationship, and that is what I intend to deepen. വയനാട്ടിലെ ജനങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഏത് മുന്നണിയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, നിങ്ങളും ഞാനും തമ്മിലുള്ള ഹൃദയംഗമമായ ബന്ധത്തിന് അതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. അത് ഗാഢമാണ്, അത് ആർദ്രമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Thank you very much. നന്ദി, നമസ്കാരം. Namaskar. ദേശീയ ഗാനത്തോടുകൂടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ശ്രീ എം ലിജു, രാഷ്ട്രീയകാര്യ സമിതി അംഗം, അദ്ദേഹത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ദേശീയ ഗാനത്തോടുകൂടി നമ്മുടെ ഈ പരിപാടി സമാപനത്തിലേക്ക് കടക്കുകയാണ്. ആലത്തൂർ പാർലമെന്റ് അംഗം പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് ദേശീയ ഗാനത്തിന് നേതൃത്വം കൊടുക്കും. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलति तरंगा, तव शुभ नामे जाहे तव शुभ आशीष मागे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे.